സുനിഷ അയലൂരുണ്ട് തിരുവനന്തപുരത്തെ ബൂത്തിൽ നിന്നും. സുനിഷ, ഇപ്പോൾ ഏത് ബൂത്തിലാണ് നിൽക്കുന്നത്? ഉച്ചയാകുമ്പോഴേക്കും ഈ ക്യൂവിൻ്റെ ഒക്കെ നില എങ്ങനെയാണ്? ആളുകൾ കുറയുകയാണോ? സ്മൃതി, നിലവിൽ ഏതായാലും ആളുകൾ കുറയുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 172, 184 ബൂത്തിന് മുന്നിലായാണ്. ഏതായാലും ഇവിടെ നല്ല തോതിൽ തന്നെ തിരക്ക് ഉണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ. കാരണം പ്രധാനമായും കേരളത്തിലെ ഉടനീളം നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം എന്നത് തന്നെയാണ്. ഇപ്പോൾ തന്നെ 40നോട് അടുത്ത് കഴിഞ്ഞു എന്നതാണ്. അതേസമയം തന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലം നോക്കുകയാണെങ്കിൽ തന്നെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും അധികം പേർ പോൾ ചെയ്തത് എന്നതാണ് ഇപ്പോൾ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കുന്നത്. ആറ്റിങ്ങലിൽ 34.77% പേർ ഇപ്പോൾ തന്നെ പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു തിരക്ക് രാവിലെയൊക്കെ തന്നെ എല്ലാ ബൂത്തുകൾക്ക് മുന്നിലും കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഈ പൊതുവെ ഈ സമയത്ത് ജുമാ നമസ്കാരം അടക്കമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ആളുകളുടെ കുറവുണ്ട്. അവരൊക്കെ തന്നെ ഈ 3 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും തിരക്ക് കൂടുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നല്ല തോതിലുള്ള ചൂട്, താപനില ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ സമയത്ത് നല്ല ചൂടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് രാവിലെ എല്ലാവരും വന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പോവുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെയും വലിയ ക്യൂ ഉണ്ടായിരുന്നു രാവിലെയൊക്കെ. പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ ഏകദേശം ഇത്ര വരെ മാത്രമേ ക്യൂ ഉള്ളൂ എന്നതാണ്. ഏതായാലും ആളുകൾ, ചേച്ചി കുറെ നേരമായോ കാത്തു നിൽക്കാൻ തുടങ്ങി? അല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ചേച്ചി ഒരുപാട് നേരമായോ വന്നിട്ട്? കുറച്ച് നല്ല ചൂടാണല്ലോ, ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ട് സഹിച്ചല്ലേ പറ്റും. നമുക്ക് നമ്മളൊരു അവകാശമല്ലേ, അപ്പൊ നമ്മൾ ബുദ്ധിമുട്ട് സഹിച്ചാലേ നിൽക്കാൻ പറ്റും. അടുത്താണോ വീട്? അല്ല, കുറച്ച് അമ്മ ഒരുപാട് നേരമായോ? ശരിയായി. ചെറിയ ക്യൂവേ ഉള്ളൂ അല്ലേ? പക്ഷെ വലിയ ക്യൂ ഒന്നും ഇല്ലല്ലേ. വലിയ കൂടുതലൊന്നും ഇല്ല. ചൂട് കാരണം നിൽക്കാൻ വയ്യ എന്നുള്ളതേ ഉള്ളൂ. ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിൽക്കണേ കുഴപ്പമില്ല. ഏതായാലും ഇതുപോലെയാണ്, ചൂട് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇത്ര ചെറിയ ക്യൂ, നേരത്തെ ഇവർ പറഞ്ഞതുപോലെ രാവിലെയുള്ളൊരു ക്യൂ ഒന്നും ഇപ്പോൾ ഏതായാലും ഇവിടെ കാണാനില്ല. 89-ാം ബൂത്തിൽ വോട്ടിംഗ് മന്ദഗതിയിൽ എന്നാരോപിച്ച് തർക്കമുണ്ടായല്ലോ. 2 ബൂത്തുകളിലാണ് ഈ തർക്കമുണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ പരിചയസമ്പന്നരല്ല എന്നതാണ് പരാതി. മന്ദഗതിയിലായതിന് കാരണം അതാണെന്നും പറയുന്നു. പോലീസ് ഇടപെട്ട് തർക്കം പരിഹരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? സ്മൃതി, അതിനിടയിൽ തന്നെ പലയിടത്തും ഇതേ രീതിയിൽ ഈ മന്ദഗതിയിലാകുന്നു വോട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ആറ്റിങ്ങൽ ഐലം UP സ്കൂളിൽ 89-ാം ബൂത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. വോട്ടിംഗ് മന്ദഗതിയിലാണ്. അതിന് കാരണം ഈ പരിചയസമ്പന്നരല്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ വോട്ടർമാർ രംഗത്ത് വരികയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ ഏജന്റുമാരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പോലീസ് എത്തി ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വലിയൊരു ക്യൂ, ഒരു പക്ഷെ 11 മണിയോടുകൂടിയൊക്കെ സമയത്താണ് വലിയൊരു ക്യൂ അവിടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ചെറിയ തോതിലെങ്കിലും തർക്കം ഉടലെടുക്കുകയും പിന്നാലെ തന്നെ അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതേ തോതിൽ അതേ രീതിയിൽ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. വോട്ടിങ്ങിന്റെ യന്ത്ര തകരാറുകൾ, ഒപ്പം തന്നെ ഇതേ രീതിയിൽ മന്ദഗതിയിലാകുന്നു ഈ പ്രവർത്തനങ്ങൾ എന്നതടക്കമുള്ളത് ചൂണ്ടിക്കാട്ടി ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഇടവിട്ട് പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഏതായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പൂർണ്ണമായും വലിയ തോതിലുള്ള ഒരു പോളിംഗ്, കനത്ത പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നത്. ഏകദേശം 40% എത്താറാകുന്നു എന്നതാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തന്നെ ഈ നിയോജക മണ്ഡലങ്ങൾ ക്രമീകരിച്ച് പറയുകയാണെങ്കിൽ കാട്ടാക്കടയിൽ 34.57% പോൾ ചെയ്തു. അരുവിക്കരയിൽ 35 ആയിട്ടുണ്ട്. വാമനപുരത്ത് 35 ആയിട്ടുണ്ട്. നെടുമങ്ങാട് 34 ആയിട്ടുണ്ട്. ചിറയൻകീഴ് 32 ആയിട്ടുണ്ട്. വർക്കല 33 ആയിട്ടുണ്ട്. ഈ തോതിലാണ് പോളിംഗ് ശതമാനമുള്ളത്. ഏതായാലും ഉച്ചയോടുകൂടി ഏകദേശം 3 മണി കഴിയുന്നതോടുകൂടി തന്നെ കൂടുതൽ പേർ ഈ വോട്ട് ചെയ്യാനായി എത്തുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. നിലവിൽ തിരക്ക് എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട്. സ്മൃതി, ശരി. മാവേലിക്കരയിൽ നിന്ന് ഇനി റോഷിപ്പാൽ.